കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവർ. വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴും എവിടെയോ എന്തോ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി ഇല്ലാത്തതെന്തൊക്കെയോ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ സൂത്രധാരൻ മറന്നുപോകുന്ന ഒന്നുണ്ട്: പൊതുജനം കഴുതകളല്ലെന്ന്. 3 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത ദിലീപ് ചിത്രമാണ് റാഫി സംവിധാനം ചെയ്ത റിംഗ് മാസ്റ്റർ. ഈയിടെയായി ചില മാധ്യമങ്ങളിൽ അതേപറ്റി വന്ന ചില പരാമർശങ്ങൾ വളരെ വിചിത്രമായി തോന്നി. അതിലൊന്ന്, റിംഗ് മാസ്റ്ററിലെ നായികയുടെ കഥാപാത്രത്തെ മഞ്ജു വാര്യരുമായി താരതമ്യം ചെയ്ത് പടച്ചുവിടുന്ന കഥകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്ത കഥയും കഥാപാത്രങ്ങളുമാണ് റിംഗ് മാസ്റ്ററിന്റേതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഥാസന്ദർഭത്തിന് വളരെ അനുയോജ്യമായ അതിലെ സംഭാഷണങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെന്ന കണ്ടെത്തൽ ഏതെങ്കിലും കുബുദ്ധിയുടെ ഭാവനയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ കുറെ ഓൺലൈൻ മാധ്യമങ്ങളും തുടർക്കഥയാക്കാൻ ഇതര മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ദിലീപ് കാവ്യ വിവാഹം ജൂൺ 25 ഉറപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്ന് കണ്ട കൗതുകകരമായ ഒരു വാർത്ത. അന്വേഷണത്തിൽ ദിലീപിന് ഇന്നുവരെ ഔദ്യോഗികമായി ട്വിറ്റർ അക്കൗണ്ട് ഇല്ല എന്നതാണ് സത്യം. ട്വിറ്ററിൽ ഏതോ ഒരു ബിരുദൻ ദിലീപായി അവതരിച്ച് കല്യാണത്തെക്കുറിച്ച് സ്വയം വിളംബരം നടത്തിയ മഹാത്ഭുതവും നമ്മൾ കാണാനിടയായി. ദിലീപും കാവ്യയും അറിയാതെ ഉറപ്പിച്ച അവരുടെ വിവാഹം ആരോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ്. നിയമപരമായി ഇന്നുവരെ വിവാഹമോചനം നേടാതെ അകന്നു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരാണ് മഞ്ജുവും ദിലീപും ഇപ്പോഴും. ഇത്തരമൊരു സാഹചര്യത്തിൽ ദിലീപിന് മറ്റൊരു വിവാഹം നിയമപരമായി സാധ്യമല്ലെന്ന് ദിലീപിന് മാത്രമല്ല അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. കേരളത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച സുപ്രീം കോടതിയുടെ മുല്ലപ്പെരിയാർ വിധിയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വീറും വാശിയോടും കൂടി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പൊന്നും വിഷയമാക്കാതെ ദിലീപ് മഞ്ജു പ്രശ്നത്തിൽ മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് അവരെ അസ്വസ്ഥരാക്കുന്നത് സത്യത്തിൽ വേദനാജനകമാണ്. ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആരോ എന്തോ നേടാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതുവാൻ. ദിലീപിനെ കുറ്റക്കാരനാക്കി മഞ്ജുവിന് സഹതാപതരംഗം ഉണ്ടാക്കിയെടുത്ത് ആരുടെയോ താൽപര്യം സംരക്ഷിക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് പ്രതിഷേധാർഹമാണ്. നിന്ദ്യവും നീചവുമായ ഇത്തരം പ്രവൃത്തികൾ ബന്ധപ്പെട്ടവർ ഒഴിവാക്കേണ്ടതാണ്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.